നമസ്കാരം. നമ്മൾ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണെന്ന് കരുതാം. ചെറിയ പാത്രങ്ങളുണ്ടാവാം, വലിയ പാത്രങ്ങളുണ്ടാവാം. ആ പാത്രം നിറയുന്നുണ്ടോ ഇല്ലയോ എന്നത്, അല്ലെങ്കിൽ അത് എത്രമാത്രം നിറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ പാത്രത്തിന് തൃപ്തി വരുന്നുണ്ടോ എന്നുള്ളത് പല പല കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ പാത്രത്തിൻ്റെ വലിപ്പം, തുടക്കത്തിൽ അതിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു, നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നുണ്ട്, ഏതെങ്കിലും വശത്തു കൂടി വെള്ളം പോകുന്നുണ്ടോ, വെള്ളം വേറെ വല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. അതെല്ലാം ആശ്രയിച്ചാണ് പാത്രം നിറയുന്ന റേറ്റ്. എന്നാൽ ചില പാത്രങ്ങൾ എത്ര ഒഴിച്ചാലും നിറയില്ല. അപ്പോൾ നമ്മളത് നിറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എത്രയായാലും നിറയാത്തത് കൊണ്ട് നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ക്ഷീണം വരും, ദുഃഖം വരും, ഫ്രസ്ട്രേഷൻ വരും. ഇതെന്താണെന്ന് അറിയാത്തതെന്നുള്ള ആങ്സൈറ്റി വരും. നമ്മുടെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ അതൊന്നും അറിയാത്തതെന്നുള്ള ഗിൽട്ട് വരും. അപ്പോൾ ചില കേസുകളിൽ ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ വലിയൊരു ശതമാനം കേസുകൾ, അല്ലെങ്കിൽ ചില കേസുകളിൽ നമ്മുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല ഈ പാത്രം നിറയാത്തത്. ചില പാത്രങ്ങൾ നിറയ്ക്കാനാവുകയില്ല എന്നുള്ളതാണ് സത്യം. അവരുടെ ഏറ്റവും താഴെ ചിലപ്പോൾ ഒരു ഓട്ടയുണ്ടായിരിക്കാം. നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അതുവഴി വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കുമായിരിക്കാം. അല്ലെങ്കിൽ വശങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഓട്ടയുണ്ടായിരിക്കാം. നമ്മൾ നിറച്ച ആ ഒരു ലെവലെത്തുമ്പോൾ വെള്ളം പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ അവയ്ക്ക് വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്ന, വെള്ളം റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ആ പാത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാത്രങ്ങളുടെ നിർമ്മാണ വേളയിലോ അതിൻ്റെ ഫൈൻ മോഡിഫിക്കേഷൻസ് നടന്ന ഏതെങ്കിലും സ്റ്റേജിലോ എന്തെങ്കിലും ഒരു സ്ട്രക്ചറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ പറ്റിയിട്ട് അതിന് വെള്ളം കൺസിസ്റ്റൻ്റ്ലി റീറ്റെയിൻ ചെയ്യാനും അതുവഴി നിറയാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയിരിക്കാം. ചിലപ്പോൾ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലായിരിക്കാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. ചിലപ്പോൾ ചില കേസുകളിൽ ചില മൈനർ പാച്ച് വർക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ തെറ്റ് തിരുത്തിയ പാത്രം, അല്ലെങ്കിൽ ആ മിസ്റ്റേക്സ് തിരുത്തിയ പാത്രത്തെ വീണ്ടും ഫില്ല് ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും. അല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ഇവിടെ ഈ പാത്രത്തെ പോലെയാണ് ചില വ്യക്തികൾ. നമ്മൾ എന്തൊക്കെ ചെയ്താലും അവർക്ക് തൃപ്തിയോ സന്തോഷമോ ഒന്നും ആവില്ല. പോട്ടെ, തൃപ്തിയോ സന്തോഷമോ ആവുന്നത് പോട്ടെ, അവർ ആ ഒരു ഗ്രംപിനെസ്, ആ കുറ്റം പറയുന്ന രീതി, പരാതി പറയുന്ന രീതി, നമ്മളെ ലേബൽ ചെയ്യുന്ന രീതി, അതൊരിക്കലും മാറില്ല. അത് നമ്മുടെ എന്തെങ്കിലും പ്രശ്നമല്ല. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഒരിക്കലും നിറയ്ക്കാൻ കഴിയാത്ത പാത്രങ്ങളെ തിരിച്ചറിയുക എന്നത് നമ്മുടെ മനസ്സമാധാനത്തിന് പ്രധാനമാണ്. അല്ലേ? നമുക്ക് ആ പാത്രങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ലായിരിക്കും. അത്തരം വ്യക്തികളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞൊന്നും വരില്ല. നമ്മളെ വ്യക്തികളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവരുടേതായ പല പല കാര്യങ്ങൾ, ചൈൽഡ്ഹുഡ് ട്രോമ പോലത്തെ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പോലത്തെ കറക്റ്റബിൾ ആൻഡ് അൺകറക്റ്റബിൾ ആയിട്ടുള്ള പലവിധ കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്കൊരിക്കലും ആ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, അക്സെപ്റ്റൻസ്, അക്നോളജ്മെൻറ്റ്, എൻകറേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അവർക്കൊരിക്കലും മനസ്സിലാക്കാനോ സ്വയം അത് അനുഭവിക്കാനോ കാര്യമായ അളവിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കാനോ കഴിയാത്തത് അവരുടെ പല പല എക്സ്പീരിയൻസസ് ഉണ്ടാവാം. സോ അവരോട് ദേഷ്യം ഒന്നും വേണ്ട. അവരോട് സഹതപിക്കാം, തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്താം. പക്ഷേ അതിലും പ്രധാനമായിട്ട് അവർ ആ പാത്രങ്ങൾ നിറയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരുപാട് ഡിസപ്പോയിൻ്റ് ആവാൻ നിന്നാൽ, നമ്മൾ സങ്കടപ്പെടാൻ നിന്നാൽ, നമ്മളത് നമ്മുടെ കുറ്റമാണെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും നടുപൊടിയുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ജോലി എടുത്തുകൊണ്ടിരുന്നാൽ വിൽ എൻഡ് അപ്പ് ഫീലിംഗ് എക്സോസ്റ്റഡ്. ആൻഡ് സ്റ്റിൽ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ് എക്സോഷൻ ആൻഡ് ഓൾ ദിസ് ഹാർഡ് വർക്ക് വിൽ സ്റ്റിൽ എൻഡ് അപ്പ് ഫീലിംഗ് ടയേർഡ്, വർത്ത്ലെസ് ആൻഡ് ഗിൽറ്റി. നമുക്കൊരു വേർത്തില്ല തോന്നും. നമ്മുടെ കഴിവുകേട് കൊണ്ടാണ് അതൊന്നും അറിയാത്തതെന്ന് തോന്നും. അല്ല, നമ്മുടെ കഴിവുകേട് കൊണ്ടല്ല. അപ്പോൾ ഇതോർക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാരെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നല്ലത്. അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പറയുന്ന പോലെ എളുപ്പമല്ല. എന്നാൽ പോലും നമ്മൾ ചെറിയ അളവിലെങ്കിലും ഈ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്നുള്ള പ്രാക്ടീസ് ചെയ്താൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു മനസ്സമാധാനമെങ്കിലും കിട്ടും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഒഴിക്കേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ടോ, നമ്മൾ മാക്സിമം നമ്മൾ ആ പാത്രത്തെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിലെ ഗ്ലിച്ചസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റി അതിനെ വെള്ളം ഉൾക്കൊള്ളിക്കാനും നിറയാനും ആ നിറഞ്ഞത് മനസ്സിലാക്കാനും അത് ആസ്വദിക്കാനുമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ ദാറ്റ് വി ക്യാൻ ഡു എന്നുള്ളതൊരു സത്യമാണ്. ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവും. നമ്മൾ എവിടെയോ വായിച്ച പോലെ ഓ ഗോഡ് അല്ലെങ്കിൽ ഓ സെൽഫ്, ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് അവനവൻ്റെ കാര്യം എടുക്കാം. പ്ലീസ് ഗിവ് മീ ദ സ്ട്രെങ്ത്, അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ അക്വയർ ദ സ്ട്രെങ്ത് ടു ചേഞ്ച് ദ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ചേഞ്ച്, to accept the things that I cannot change and to understand the difference between these things. മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനും മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ അംഗീകരിക്കാനും, ഏതാണ് മാറ്റാൻ കഴിയുന്നത് ഏതാണ് മാറ്റാൻ കഴിയാത്തത് എന്നുള്ളത് ശരിയായ രീതിയിൽ തിരിച്ചറിയാനുമുള്ള കഴിവും വിവേചനശേഷിയും എനിക്കുണ്ടാകട്ടെ, അല്ലെങ്കിൽ എനിക്ക് നൽകണേ എന്നുള്ളതാണ് ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ ഒരു സെയിങ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നിറയ്ക്കാനാവാത്ത പാത്രങ്ങളിൽ നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു കാര്യമാണ്. സോ അവിടെ സ്വയം ഗിൽട്ട് തോന്നി അവനവൻ തന്നെ എന്നും ഈ സഹനത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഗിൽറ്റിൻ്റെയും ഒന്നും വഴിയിൽ പോവാതിരിക്കുക. ഏത് റിലേഷനിലും ഏതൊരു ഇതിലും ഇങ്ങനെ ആവാം. ഇപ്പോൾ പാരൻറ്റ് ചൈൽഡ് റിലേഷനിലാവാം, ഹസ്ബൻഡ് വൈഫ് റിലേഷനിലാവാം, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷനിലാവാം, വർക്ക് പ്ലേസിൽ
നമ്മൾ ബോസുമായിട്ടുള്ള നമ്മുടെ റിലേഷനാകും. നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ എത്ര ജോലി ചെയ്താലും അവർക്ക് തൃപ്തിയാവില്ല. ഒരിക്കലും ഒരു നല്ല വാക്ക് അവരുടെ വായിൽ നിന്ന് വരില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഹൗസ് സയൻസി സമയത്തൊക്കെ പി ജി സ്റ്റുഡൻസൊക്കെ അല്ലെങ്കിൽ പി ജി ചേട്ടന്മാരെ ഞങ്ങളെ വിളിക്കുക. അവർ കുറേ കഷ്ടപ്പെട്ട പണിയെടുക്കണേ. എല്ലാം കഴിഞ്ഞ് ഇത്തിരി പോകുന്ന ലീവ് ചോദിക്കുമ്പോൾ പോലും ചില സ്ഥലത്ത് HOD-മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ പറയുന്ന വർത്തമാനമുണ്ട്. ഒരു ഇകഴ്ത്തി പറഞ്ഞേക്കുള്ളൂ. കുറ്റം പറഞ്ഞ് എത്രയും പണിയെടുത്താണ് കഷ്ടപ്പെട്ടാണ് ഒരു ലീവ് കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് കുറ്റം പറയാതെങ്കിലും അവർ പറഞ്ഞു വിടുക എന്നുള്ളൊരിതില്ല. കുറ്റം പറഞ്ഞൊരു കുത്തു കൊടുത്തിട്ടേ വിടുള്ളൂ. ഒരുതരം സാഡിസ്റ്റിക് മെൻറ്റാലിറ്റിയാണ് ചിലപ്പോൾ. ഞാൻ പലയിടത്തും അക്കാഡമിക് ഹയറാർക്കിയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഓർക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇവർ ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വർക്ക് പ്ലേസിൽ അങ്ങനെയുണ്ട്. ഒരിക്കലും നിങ്ങൾ നല്ലൊരു ജോലിക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ഒന്നുകിൽ നിൽ അല്ലെങ്കിൽ കുറ്റം പറയില്ല എന്നുള്ളതാണ്. നില്ലായാലും മതിയായിരുന്നു. അതുപോലെ റിലേഷൻസിലുണ്ട്. നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും പിന്നെയും പരാതികൾ മാത്രം, പരാതിപ്പെട്ടികൾ മാത്രം. നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും ഒരിക്കലും വരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും ഇതൊന്നും ഒരു വശത്തേക്ക് മാത്രമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരിക്കലും നിറയാനാവാത്തൊരു പാത്രം, സ്വയം അങ്ങനെ ഒരു പാത്രം ഒരിക്കലും ആവാതിരിക്കുക. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ആവുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. ഇനി മറ്റേ രീതിയിൽ അപ്പുറത്ത് അത്തരത്തിലുള്ള പാത്രങ്ങൾ ജീവിതത്തിൻ്റെയോ ജോലിയുടെയോ ഏതെങ്കിലും മേഖലകളിൽ ഉണ്ടെങ്കിൽ അവയെ ഒബ്സർവ് ചെയ്യുക, തിരിച്ചറിയുക. അവയെ ഓർത്ത് നമ്മൾ സ്വയം ഗിൽറ്റിൽ കഴിയാതിരിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. ഐഡൻറ്റിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനം. കാര്യം നിറയ്ക്കാൻ കഴിയുന്ന ഒരു പാത്രത്തിന് വേണ്ടി നമുക്ക് ഒരു പരിധി കഴിഞ്ഞ് വർക്ക് ചെയ്യാം. കാര്യം അത് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ നിറയ്ക്കാൻ കഴിയാത്തൊരു പാത്രത്തിൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അതൊരു ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ അതൊരു സത്യമാണ്. സത്യത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ ചിന്തിക്കുക, ഇത്തരം പാത്രങ്ങളെ തിരിച്ചറിയുക. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്. താങ്ക് യു.